തിരുവനന്തപുരം കാക്കാമൂലയിൽ കിണറ്റിൽ വീണ വയോധികയ്ക്ക് രക്ഷകരായി ഫയർഫോഴ്സ്. കിണറ്റിന്റെ പൈപ്പിൽ തൂങ്ങിക്കിടക്കുകയായിരുന്ന 25-കാരിയെ 45 അടിയുള്ള കിണറ്റിൽ നിന്നും അത്ഭുതകരമായിട്ടാണ് രക്ഷപ്പെടുത്തിയത്. ജിബിൻ ജെബി ചേരുന്നുണ്ട്. ജിബിൻ, സമയോചിതമായി തന്നെ ഫയർഫോഴ്സിന് എത്താൻ കഴിഞ്ഞു. എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്? ആ അമ്മയുടെ ആരോഗ്യസ്ഥിതി കിണറ്റിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ടതിന് ശേഷം എങ്ങനെയാണ്? കാക്കാമുല്ല സ്വദേശിയായിട്ടുള്ള 75 വയസ്സുള്ള ശ്യാമളെ ഇന്ന് രാവിലെ മുതൽ തന്നെ വീട്ടിൽ നിന്ന് കാണാനില്ലായിരുന്നു. തുടർന്ന് ബന്ധുക്കളും നാട്ടുകാരും ചേർന്ന് പ്രദേശത്ത് തിരച്ചിൽ നടത്തി. ഇതിനിടെയാണ് വീട്ടിന്റെ സമീപത്തുള്ള കിണറ്റിൽ ശ്യാമള കിടക്കുന്നത് കണ്ട ഉടൻ തന്നെ വീട്ടുകാർ ആ കിണറ്റിന്റെ അകത്തേക്ക് ഒരു കയർ കൂടി ഇട്ട് കൊടുത്തു. അങ്ങനെ ആ കയറിലും അതുപോലെ തന്നെ കിണറ്റിന്റെ മറ്റു വശത്തുമായി പിടിച്ചുകൊണ്ടാണ് ശ്യാമള തൂങ്ങിക്കിടന്നത്. ഈ സമയം തന്നെ ഈ കയറിട്ട് കൊടുക്കുന്ന സമയത്ത് തന്നെ വീട്ടുകാരും നാട്ടുകാരും ചേർന്ന് വിഴിഞ്ഞം ഫയർഫോഴ്സിനെയും വിവരം അറിയിച്ചിരുന്നു. ഉടൻ തന്നെ ഫയർഫോഴ്സും ഈ കാക്കാമുലയിലേക്ക് എത്തുകയുണ്ടായി. അങ്ങനെ ഈ ഫയർഫോഴ്സിന്റെ നാട്ടുകാരുടെ ഒരു സമയോചിത ഇടപെടൽ മൂലമാണ് ശ്യാമള എന്ന് പറയുന്ന 75 വയസ്സുകാരിക്ക് മറ്റു പരിക്കുകളൊന്നും കൂടാതെ തന്നെ ഇപ്പോൾ ജീവൻ തിരിച്ചു കിട്ടിയിരിക്കുന്നത്. ഈ കാണാനില്ലാത്തതിനെ തുടർന്ന് നാട്ടുകാർ ആദ്യം നടത്തിയ തിരച്ചിലാണ് ശ്യാമളയെ ഈ കിണറ്റിന്റെ ഉള്ളിൽ കണ്ടെത്തുന്നത്. കാലുവഴുതി, പ്രായം കൂടിയ ആളുകൂടിയാണ്. അതുകൊണ്ട് തന്നെ കാൽവഴുതി എന്തെങ്കിലും ആവശ്യത്തിന് കിണറ്റിന്റെ അടുത്തേക്ക് പോയപ്പോൾ കാലുവഴുതി കിണറ്റിൽ വീണതാകാമെന്നുള്ളതാണ് ഇപ്പോൾ ബന്ധുക്കൾ നൽകുന്ന വിശദീകരണം. പ്രജീഷ്.